നമസ്കാരം. കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ കൊക്കയിൽ വീണ് മരിച്ച ശ്രീനന്ദയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. കർണാടക പോലീസിന്റെ അകമ്പടിയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. അതേസമയം ശ്രീനന്ദയുടെ മരണത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നായിരുന്നു ഇൻകോസ് റിപ്പോർട്ട്. ശരീരത്തിൽ സംശയകരമായ മുറിവുകളൊന്നും തന്നെയില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാണ്. വസ്ത്രം കീറിയത് മരത്തിൽ കൊളുത്തി വലിച്ചതാകാമെന്നാണ് പ്രാഥമികമായ നിഗമനം. ഇന്നലെ ഉച്ചയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കുട്ടിയെ കാണാതായ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് 1500 അടി താഴെ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. എല്ലാ കാത്തിരിപ്പുകളും അവസാനിപ്പിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് തെർമൽ ഡ്രോണിന്റെ മോണിറ്ററിൽ ശ്രീനന്ദയുടെ മൃതദേഹം പതിഞ്ഞത്. കാണാനില്ലെന്ന് പറഞ്ഞ പ്രദേശത്തു നിന്ന് 1500 അടി താഴ്ചയിലായിരുന്നു മൃതദേഹം. മലയടിവാരത്ത് മുകളിലേക്ക് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത്. ഏറെ പണിപ്പെടേണ്ടി വന്നു മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് എത്താൻ. കർണാടക പോലീസിന്റെ സോക്കോ ടീമും ഫോറൻസിക് വിദഗ്ധരും മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് പരിശോധന നടത്തി. ശ്രീനന്ദയുടെ അച്ഛന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. അതേസമയം ശ്രീനന്ദയുടെ മൃതദേഹം എങ്ങനെ ഇവിടെ എത്തി എന്നത് സംബന്ധിച്ച് ദുരൂഹത തുടരുകയാണ്. അബദ്ധത്തിൽ ശ്രീനന്ദ ഇവിടേക്ക് വീഴാൻ ഒരു സാധ്യതയും ഇല്ലെന്നാണ് കുടുംബം പറയുന്നത്. ആരെങ്കിലും അപായപ്പെടുത്തി ഈ പ്രദേശത്ത് കൊണ്ടുവന്നിട്ടതാകാമെന്നും കുടുംബം ആരോപിച്ചിരുന്നു. അതേസമയം മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണകാരണം തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതര പരിക്കാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാണ്. ശ്രീനന്ദയുടെ ശരീരത്തിലുടനീളം പരിക്കുകളുണ്ട്. പലയിടത്തും അസ്ഥികൾ പൊട്ടിയ നിലയിലാണെന്നും വീഴ്ച മൂലമുണ്ടായതാണ് പരിക്കുകളെന്നാണ് റിപ്പോർട്ട്. ശ്രീനന്ദയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. മൃതദേഹം രാവിലെ തന്നെ വീട്ടിലെത്തിച്ചു. രാവിലെ 10 മണി തൊട്ട് പൊതുദർശനമുണ്ടായിരുന്നു. സംസ്കാര ചടങ്ങുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ചിക്കമംഗളൂരുവിൽ വെച്ച് 4 ദിവസം മുൻപ് കാണാതായ ശ്രീനന്ദയുടെ മൃതദേഹം 4ാം ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത്. വെള്ളച്ചാട്ടത്തിന് സമീപത്തു നിന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കുട്ടിയെ കാണാതായ മാണിക്യധാരയിൽ നിന്ന് 1500 അടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ശ്രീനന്ദയെ കാണാനില്ലെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ നാട് സങ്കടത്തിലായിരുന്നു. ജീവനോടെ തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആ പ്രതീക്ഷ വെറുതെയായി. പ്രാർത്ഥനയിൽ നാടാകെ കാത്തിരുന്നു. തിരച്ചിലിന്റെ ഓരോ ഘട്ടവും അറിയാൻ നാട്ടുകാർ കടമ്പഴിപ്പുറം കുത്തറയിൽ ശ്രീനന്ദയുടെ വീട്ടിലെത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് വഴിതെറ്റിയതാകാമെന്നും കഴിഞ്ഞ ദിവസം കാട്ടിൽ കാണാതായി പിന്നെ തിരിച്ചെത്തിയ നാദാപുരത്തെ ശരണ്യയെപ്പോലെ ശ്രീനന്ദയും വരുമെന്നും ചിലർ ബന്ധുക്കളെയും നന്ദുവിന്റെ സഹോദരനെയും ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത നാടിനെ കണ്ണീരിലാഴ്ത്തി. നിറഞ്ഞ ചിരിയുമായി വീട്ടിലേക്കിനി ശ്രീനന്ദ വരില്ലല്ലോ എന്ന് പറഞ്ഞ് ഉറ്റവർ വിതുമ്പി. ഏക സഹോദരി നഷ്ടമായെന്ന് കേട്ട് ആകെ തളർന്ന അവസ്ഥയിലാണ് സച്ചു. ശ്രീനന്ദയുടെ കുടുംബവും അയൽവാസികളും ഉൾപ്പെടെ 40 അംഗ സംഘം കഴിഞ്ഞ 4-നാണ് കർണാടകയിലേക്ക് പോയത്. പഠനത്തിരക്കുണ്ടായിരുന്നതിനാൽ സഹോദരൻ സച്ചു പോയിരുന്നില്ല. ചൊവ്വാഴ്ച രാത്രി മടങ്ങാനായിരുന്നു തീരുമാനം. ഇതിനിടയിലാണ് ശ്രീനന്ദയെ കാണാതായത്. ഫോട്ടോ എടുത്തും കൂട്ടത്തിലെ കുട്ടികളുമായി കളിച്ചും ചിരിച്ചും വലിയ സന്തോഷത്തിലായിരുന്നു കുട്ടിയെന്ന് ശ്രീനന്ദയുടെ പിതാവ് KG രമേശിന്റെ സഹോദരൻ KG ശശികുമാർ പറഞ്ഞു.